ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ആ മുറിയിൽ നിന്നും ഓടി ഇറങ്ങി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഒന്ന് പതറിപ്പോയി. അങ്ങനെ കണ്ണും തള്ളി വായക്കങ്ങനെ പൊളിച്ചു നിന്നിട്ട് ആ ഒരു വരവ് കണ്ടപ്പോൾ രവീന്ദ്രൻ ഒന്ന് പേടിച്ചു. എന്താ എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയേ? അദ്ദേഹം ചോദിച്ചു. അന്നേരം ചന്ദ്രമതി കിതച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, രവിയേട്ട, ശ്രുതിയുടെ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നറിയാമോ? രവീന്ദ്രൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? ഞാനെന്താ അയാളുടെ അക്കൗണ്ട് നോക്കുന്ന ബാങ്ക് മാനേജറാണോ എന്ന് ചോദിക്കും. അന്നേരം ചന്ദ്രമതി വിടാൻ ഭാവമില്ല. ദേ 300 കോടി രൂപയുണ്ട് രവിയേട്ടാ, 300 കോടി. ഇത് കേട്ട് രവീന്ദ്രൻ അമ്പരന്നു. ചന്ദ്രേ, നീ വല്ല സ്വപ്നവും കണ്ടതാണോ? ചന്ദ്രമതി കട്ടായം പറഞ്ഞു. സ്വപ്നമൊന്നുമില്ല, ശ്രുതി തന്നെയാണ് ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. രവീന്ദ്രൻ യാതൊരുവിധ മാറ്റവുമില്ലാതെ ചോദിച്ചു. ഹാ ശരി, അതിനെന്താ ഇപ്പോ? ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. അതിനെന്താ, ആ പൈസയൊക്കെ നമ്മുടെ ശ്രുതിക്ക് കിട്ടാനുള്ളതല്ലേ? രവീന്ദ്രൻ അവളെ ഒന്ന് ഉപദേശിക്കാൻ നോക്കി. അത് അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ ചന്ദ്രേ, അയാൾക്ക് തന്നെയുള്ളതാണ് ആ കാശ്. പക്ഷേ ചന്ദ്രമതിയുടെ ഉള്ളിൽ കണക്ക് കൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതെങ്ങനെയാ അയാളുടെ കാലശേഷം ആ പൈസയൊക്കെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് വരും? അങ്ങനെ നമ്മുടെ ശ്രുതി കോടീശ്വരിയായും. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കോരിത്തരിക്കുന്നു രവിയേട്ടാ. രവീന്ദ്രൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. നമ്മൾ എന്തിനാ ചന്ദ്രേ അതൊക്കെ ആലോചിക്കുന്നത്? നമുക്ക് രാവിലെ 3 ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഉച്ചക്ക് കുറച്ച് ചോറും കഴിച്ച് രാത്രി 2 ചപ്പാത്തിയും, ഇത്രയും പോരെ? 300 കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പ്ലേറ്റിലേക്ക് തിന്നാനൊന്നും പറ്റില്ലല്ലോ. ചന്ദ്രമതിക്ക് അതൊക്കെ കേട്ടിട്ട്, ആ ഒരു പുച്ഛ വാക്ക് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് കാണുന്നത്? രവീന്ദ്രൻ തന്റെ നിലപാട് വ്യക്തമാക്കി. ചന്ദ്രേ, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. പണം എന്ന് പറയുന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ്. നീ പണത്തിന്റെ പുറകെയാണ് സന്തോഷം എന്ന് വിചാരിച്ചു പോയാൽ നിന്റെ ജീവിതം സന്തോഷമേ ഉണ്ടാവില്ല. നീ സ്വപ്നം കാണുന്നതൊക്കെ നിർത്തി യാഥാർത്ഥ്യത്തിലേക്ക് വന്ന് ജീവിക്കാൻ പഠിക്ക്. അദ്ദേഹം അവിടെ നിന്നും അത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോയി. ചന്ദ്രമതി തനിയെ നിന്നിങ്ങനെ പിറുപിറുത്തു. ഞാൻ എന്തെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നത് ഇങ്ങേർക്ക് ഇഷ്ടമല്ല. ദൈവമേ, ഇത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ നിന്നും പുറത്തിറക്കി തരണേ. എന്റെ ശ്രുതി കോടീശ്വരിയായിട്ട് എനിക്കൊന്ന് കണ്ടാ മതി. പിന്നീട് കാണിക്കുന്നത് ആന്റണിയുടെ ഓഫീസായിരിക്കും. ശ്രുതിയും മീരയും ആന്റണിയെ കാണാൻ അവിടെ ചെല്ലാണ്. അവരെ കണ്ടതോടുകൂടി തന്നെ ആന്റണി പെട്ടെന്ന് ചോദിച്ചു, ഹാ, വീഡിയോ കിട്ടിയോ? ഇങ്ങോട്ടേക്ക് എടുക്കും. ശ്രുതി പെട്ടെന്നിനെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ആന്റണി, എനിക്ക് വീഡിയോ ഇതുവരെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് കേട്ടപ്പോൾ ആന്റണിക്ക് ദേഷ്യം വന്നു. ഓ, നിങ്ങൾക്കൊരു വീട്ടിലുള്ള ഫോണിൽ നിന്നും ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പോലും. ഓരോരുത്തരും പുറം നാട്ടിൽ ഇരുന്നൊക്കെ ഫോണുകൾ ഹാക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വന്തം വീട്ടിലെ കാര്യം പോലും പറ്റുന്നില്ലല്ലോ. ആന്റണി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രുതി സ്വയം ന്യായീകരിച്ചു. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ആന്റണി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തു തരാം. എനിക്കാണെങ്കിൽ ആ നവീന്റെ ശല്യം ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നെ ഡെയിലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആന്റണി പറയുന്നുണ്ട്, അവനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മീര ഇടയിൽ കയറി പറഞ്ഞു, എന്നാ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അവനിട്ട് നല്ലൊരു പണി കൊടുക്കുക ആന്റണി. പക്ഷേ ആന്റണി വിറ്റില്ല. അതെങ്ങനെയാ? എനിക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാലേ നവീന്റെ കാര്യം ഞാൻ നോക്കത്തുള്ളൂ. മീന വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ 3-4 പ്രാവശ്യം നോക്കിയതാണ് ആന്റണി. ഈ കർണന്റെ കയ്യിൽ നിന്നും കവചകുണ്ടലം എടുക്കുന്നതിലും പാടാണ് സച്ചിയുടെ കയ്യിൽ നിന്നും ആ ഒരു ഫോണിന് എടുത്തു കിട്ടാൻ വേണ്ടിയിട്ട്. ആന്റണി കടുപ്പിച്ച് തന്നെ പറഞ്ഞു, വീഡിയോ കിട്ടിയാലേ സഹായം ചെയ്യാൻ പറ്റൂ എന്ന്. അന്ന് ഞാൻ അവനെ പിടിച്ച് ജയിലിലിട്ടതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ശ്രുതി ആന്റണിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സച്ചി തന്നെയാണ് നവീനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് എന്ന സത്യം അവൾക്കറിയാലോ. എന്നിട്ടും ആന്റണി നുണ പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടി. മീര ചോദിക്കുന്നുണ്ട്, വേറൊരാൾ ചെയ്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ആന്റണിക്ക് നാണമില്ലേ എന്ന്. അപ്പോഴേക്കും ആന്റണി ഒന്ന് പതറിപ്പോയി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ശ്രുതി കൃത്യമായി തന്നെ മറുപടി കൊടുത്തു. ആന്റണി, നവീനെ പിടിച്ച് ജയിലിലാക്കിയത് ആന്റണിയല്ല, സച്ചിയാണെന്നുള്ള സത്യമെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയും. അന്നേരം ആന്റണി ഒന്ന് തപ്പി തടഞ്ഞു. അത് പിന്നെ ഞാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ സച്ചി കയറി ഇടപെട്ടതാണ്. മീര വിട്ടില്ല. ഞങ്ങൾ ഏൽപ്പിച്ച ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നത്. ഇപ്പൊ നിങ്ങളെ വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം. ശ്രുതി തുടർന്നു. കുറച്ചു നാളത്തേക്കാണെങ്കിലും സച്ചിയാണ് അവനെ പിടിച്ച് ജയിലിലിട്ടത്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി സമാധാനം കിട്ടി. ആന്റണി പരിഹാസത്തോട് ചോദിച്ചു. ശ്രുതിക്ക് പെട്ടെന്ന് അവനോടൊരു സ്നേഹമായോ? ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇനിയും നവീൻ അവന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ആന്റണി ഉറപ്പ് കൊടുത്തു. ശ്രുതി, നീ പേടിക്കണ്ട. അവൻ എന്റെ കയ്യിൽ കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ആന്റണി ആ ഒരു വീഡിയോക്കായി വീണ്ടും ശ്രുതിയെ നിർബന്ധിച്ചു. ശ്രുതി ഒടുവിൽ തന്നെ അതിന് സമ്മതിച്ചു. ഒരു ദിവസം കൂടി എനിക്ക് ടൈം താ ആന്റണി, വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും എടുത്തു തരാമെന്ന് പറയും. അങ്ങനെ അവർ പുറത്തിറങ്ങിയപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി, ഇവൻ ശരിയാവോ? നമുക്ക് വേറെ വല്ല റൗഡിയായി നോക്കിയാലോ എന്ന് പറയും. ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. ഇവനും സച്ചിയും തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ട്. ആ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ ആന്റണി ചെയ്തതാണെന്ന് സച്ചി വിചാരിക്കുള്ളൂ. നമുക്ക് സുഖമായിട്ട് അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യാം.
വീഡിയോ എങ്ങനെ എടുക്കുമെന്ന് മീര ചോദിച്ചപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആദ്യത്തെ വിവാഹ വാർഷികം വരെയല്ലേ, സച്ചിയെ നല്ലോണം അങ്ങ് കുടിപ്പിക്കണം, അത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഈസി ആയിട്ട് അങ്ങ് അടിച്ചു മാറ്റാം. മീരയും അത് ശരിവെച്ചു. പിന്നീട് കാണിക്കുന്നത് സുധിയുടെ ഷോപ്പായിരിക്കും. ബിസിനസ്സിൽ വലിയ ലാഭമൊന്നുമില്ലാത്തതിന്റെ സങ്കടത്തിലാണ് സുധി. ലാഭമൊക്കെ ഡീലർമാർക്ക് പോവുകയാണ് എന്നും വലിയ ഓർഡറുകളൊക്കെ കിട്ടണമെന്നും അവൻ ആലോചിച്ചു. അന്നേരമാണ് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദിനോട് ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുധി ചോദിച്ചു. ആനന്ദ് പറയുന്നത്, ഒരു ഇന്റർനാഷണൽ കമ്പനി പുതിയ TV ലോഞ്ച് ചെയ്യുന്നുണ്ട്. കേരളം മുഴുവൻ ഒരാൾക്ക് ഡീലർഷിപ്പ് കൊടുക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. പുതിയ തലമുറക്ക് കൊടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. സുധിക്ക് അത് കേട്ടപ്പോൾ വലിയ ആവേശമായി. ഇത് നമുക്ക് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? ആനന്ദ് പൈസയെ പറ്റിയിട്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കണം, നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബമായിരിക്കണം. സുധി വിഷമിച്ചു. എനിക്ക് എന്ത് സ്റ്റാറ്റസാ ഉള്ളത്? അച്ഛൻ ഡ്രൈവറാണ്, അനിയന്മാരും ഡ്രൈവറും ഷെഫുമൊക്കെയാണ്. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരൊന്നും വന്ന് ചെക്ക് ചെയ്യൊന്നുമില്ല. ഞാൻ കുറച്ച് ഹൈപ്പിൽ നിന്നെ പറ്റിയിട്ട് അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നീ വലിയ പണക്കാരനാണ് എന്നും നിന്റെ അനിയൻ സച്ചി 50 കാറുകളുടെ ഓണറാണെന്നും ശ്രീകാന്ത് വലിയ റെസ്റ്റോറന്റ് നടത്തുകയാണെന്നൊക്കെ ഞാൻ അങ്ങ് തട്ടിവിട്ടിട്ടുണ്ട്. ശ്രുതിയും ശ്രുതിയും അതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ കള്ളം പറയാമോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ബിസിനസ്സിൽ ഇതൊക്കെ അത്യാവശ്യമാണെന്ന് ആനന്ദ് നിർബന്ധിച്ചു. അവസാനം ശ്രുതിക്കും അത് മനസ്സിലായി. ആനന്ദ് പോകുന്നതിന് മുൻപേ തന്നെ ഒരു ഐഡിയ കൂടി പറഞ്ഞു കൊടുത്തു. ഓണർ നാട്ടിലേക്ക് വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു വലിയ പാർട്ടി തന്നെ കൊടുക്കണം. ശ്രുതി പൈസയുടെ കാര്യം ഓർത്തപ്പോൾ ശ്രുതി പറയുന്നത്, നമ്മുടെ ആനിവേഴ്സറി ഫംഗ്ഷന് നമുക്ക് ഗംഭീരമാക്കണം, എന്നിട്ട് അദ്ദേഹത്തെ കൂടി അതിലേക്ക് വിളിപ്പിക്കാം. ശ്രുതിക്ക് ഒരു പേടി, ആനിവേഴ്സറിക്ക് സച്ചിയും മറ്റും വരുമ്പോൾ അവർക്ക് പണക്കാരുടെ ലുക്കില്ലല്ലോ എന്ന്. നമ്മൾ കള്ളം പറയുകയാണെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? ശ്രുതി പറയുന്നത്, അത് ശരിയാണല്ലോ, സച്ചിയെ രേവതിയെ കണ്ടാൽ നമ്മൾ കള്ളം പറയുകയാണെന്ന് തോന്നും. ഒടുവിൽ ശ്രുതി എന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. സച്ചിയോടും ശ്രീകാന്തിനോടും എങ്ങനെ സംസാരിക്കണമെന്ന് അവൾ വിശദമാക്കി പറഞ്ഞു. ശ്രുതി പറഞ്ഞു കൊടുത്ത ആ ഒരു ബുദ്ധി കേട്ട് ശ്രുതി ആദ്യമൊന്ന് അമ്പരന്നുവെങ്കിലും ബിസിനസ് പച്ചപ്പിടിക്കാൻ വേണ്ടി വേറെ വഴിയില്ല എന്ന് അവനും ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ശ്രുതി തന്റെ അനിയന്മാരായ സച്ചിയെയും ശ്രീകാന്തിനെയും കാണാൻ തീരുമാനിച്ചു. സച്ചി തന്റെ പഴയ ആ ഒരു ടാക്സിയിൽ എണ്ണക്കറ പുരണ്ട കൈകളുമായി വർക്ക്ഷോപ്പിലേക്ക് നിൽക്കുമ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സുധി അവരോട് പറഞ്ഞു, എന്റെ ജീവിതം മാറിമറിയാൻ പോകുന്ന ഒരു വലിയ ബിസിനസ് ഡീല് വരാൻ പോവാണ്. അതിന്റെ ഭാഗമായി ഒരു വലിയ പാർട്ടി നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്നവർ വലിയ പണക്കാരായിരിക്കും. നിങ്ങൾ അവരുടെ ഡ്രൈവറാണെന്നോ ഷെഫാണെന്നോ എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റാറ്റസ് അങ്ങ് പോവും. അതുകൊണ്ട് പാർട്ടി കഴിയുന്നത് വരെ നിങ്ങൾ ഞാൻ പറയുന്ന വേഷം കെട്ടണം. സച്ചിക്ക് അത് കേട്ടപ്പോൾ ആദ്യം തന്നെ ദേഷ്യമാണ് വന്നത്. നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തിയത് നമ്മൾ എങ്ങനെ നുണ പറയാൻ പഠിപ്പിച്ചിട്ടൊന്നല്ലേ സുധി? സച്ചി തുറന്നടിച്ചു. പക്ഷേ സുധിയുടെ നിർബന്ധത്തിന് മുന്നിൽ ചേട്ടന്റെ വളർച്ച ആഗ്രഹിച്ചുകൊണ്ട് തന്നെ സച്ചിയും ശ്രീകാന്തും ഒടുവിൽ ആ ഒരു വേഷം കെട്ടാൻ തന്നെ സമ്മതിച്ചു. അങ്ങനെ പാർട്ടി ദിവസം വന്നു ചേർന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ വെച്ചാണ് കോക്ടെയിൽ പാർട്ടി നടക്കുന്നത്. ആനന്ദ് പറഞ്ഞതുപോലെ ആ വലിയ ഇന്റർനാഷണൽ കമ്പനിയുടെ ഓണർ മിസ്റ്റർ ബെന്ന അവിടെ എത്തി. സച്ചിയും ശ്രീകാന്തും വില കൂടിയ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വിയർത്ത് വിറച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സുധി അവരെ പരിചയപ്പെടുത്തി. ഇത് സച്ചി, 50ഓളം ലക്ഷറി കാറുകളുടെ ഓണറാണ്. ഇത് ശ്രീകാന്ത്, അറിയപ്പെടുന്ന റെസ്റ്റോറന്റ് ചെയിൻ നടത്തുന്നു. ബെന്നെ അവരുമായി കൈകോർക്കുമ്പോൾ സച്ചിയുടെ ഉള്ളിൽ ആകെ പേടിയായിരുന്നു. ഇതിനിടയിൽ ആന്റണി അവിടെ എത്തുന്നത് ശ്രുതി കണ്ടു. ആന്റണി വന്നത് വീഡിയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രുതി സച്ചിയെ വശത്താക്കി അവന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ അടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ സച്ചി അബദ്ധത്തിൽ ബെന്നയുടെ മുകളിലേക്ക് അങ്ങ് ചെന്ന് വീണു. ആ ഇടിയിൽ സച്ചിയുടെ ഫോൺ അങ്ങ് താഴെ വീഴുകയും അതിന്റെ സ്ക്രീനിൽ സച്ചി തന്റെ വർക്ക്ഷോപ്പിലിരിക്കുന്ന ആ ഒരു ഫോട്ടോ തെളിയുകയും ചെയ്തു. ബെന്നെ എങ്ങാനും അത് ശ്രദ്ധിച്ചു എന്ന് ശ്രുതി ഭയപ്പെട്ടു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നവീന്റെ സാന്നിധ്യമുണ്ടായി. എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷം സച്ചി തനതായ ശൈലിയിൽ ബെന്നയോട് സംസാരിക്കാൻ തുടങ്ങി. അവിടുത്തെ കള്ളത്തരങ്ങളെക്കാൾ ബെന്നെ ആകർഷിപ്പിച്ചത് സച്ചിയുടെ സത്യസന്ധമായ സംസാരമായിരുന്നു. ഒടുവിൽ നുണകൾക്ക് പകരം സച്ചിയുടെ ആത്മാർത്ഥത ശ്രുതിക്ക് ആ ഒരു ബിസിനസ്സിൽ നേടിക്കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതാണ് കേട്ടോ പിന്നീട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.